ചേട്ടാ, അസാമാന്യ കഴിവുള്ള നടനാണ് വിനായകൻ. എന്നാൽ ആ കഴിവ് അദ്ദേഹത്തിൻ്റെ സ്വഭാവത്തിൽ, പ്രത്യേകിച്ച് പലരോടുമുള്ള ഇടപെടലിൽ വിനായകൻ ഒരു മോശപ്പെട്ട മനുഷ്യനാണ് എന്ന രീതിയിൽ പലപ്പോഴും തോന്നിയിട്ടുണ്ട്. കാരണം ഇക്കഴിഞ്ഞ ദിവസം അദ്ദേഹത്തിൻ്റെതായ ഒരു വീഡിയോ പുറത്തു വന്നു. അതിനകത്ത് അദ്ദേഹത്തിൻ്റെ താമസ സ്ഥലമാണെന്നാണ് തോന്നുന്നത്. അതിൻ്റെ ബാൽക്കണിയിൽ നിന്നുകൊണ്ട് നഗ്നതാ പ്രദർശനം നടത്തുന്ന വിനായകൻ ഒരു നടനായി, അസാമാന്യ കഴിവുകളുള്ള ഒരു നടനായിട്ടും ഇത്രയധികം അധപ്പതിച്ചു പോയോ വിനായകൻ എന്ന ഒരു ചോദ്യമാണ് നമുക്ക് ചോദിക്കാനുള്ളത്. വിനായകൻ പഴയ വിനായകനല്ല. അതാണ് വിനായകൻ മനസ്സിലാക്കേണ്ടത്. വിനായകന് മാത്രം അത് മനസ്സിലായിട്ടില്ല. പഴയ വിനായകനല്ല എന്ന് പറയുന്നത്, വിനായകൻ മലയാളത്തിലെ പ്രിയപ്പെട്ട നടനാണ്. പക്ഷേ ജയിലർ എന്ന സിനിമയിൽ രജനീകാന്തിനൊപ്പം ചില സീനുകളിലൊക്കെ രജനീകാന്തിനേക്കാൾ മുകളിൽ വിനായകൻ്റെ പെർഫോമൻസ് കയറിപ്പോയിട്ടുണ്ട്. അപ്പോൾ ഇന്ത്യ എമ്പാടും അറിയപ്പെടുന്ന ഒരു നടനാണ് വിനായകൻ എന്ന് വിനായകൻ ഇനിയെങ്കിലും മനസ്സിലാക്കണം. രണ്ടാമത്തെ കാര്യം, ഈ ലഹരി ഒരു വലിയ കുഴപ്പമാണ്. ലഹരിക്ക് അടിമപ്പെട്ടു പോയാൽ തിരിച്ചുവരും മാത്രമല്ല, പ്രയാസമാണ്. അത് മാത്രമല്ല, വേറൊരു മനുഷ്യനായി മാറുകയാണല്ലോ. അതാണ് നമ്മൾ നശിച്ചു പോകും. സിനിമയിൽ ഒരുപാട് നടന്മാരങ്ങനെ, അതായത് ഈ ഒരു നടനെക്കുറിച്ച് പറയുന്ന ലൊക്കേഷനിൽ അവസാന കാലത്തൊക്കെ കണ്ണ് കാണത്തില്ല, എന്നാലും ഈ ചോറ്റുപാത്രം ഉണ്ടല്ലോ, ചോറ് കൊണ്ടുവരുന്ന പാത്രം, ആ പാത്രത്തിൽ റം ഒഴിച്ചു കൊണ്ടുവന്ന്, മദ്യം ഒഴിച്ചു കൊണ്ടുവന്ന് വെള്ളം പോലെ കുടിക്കും. എന്നിട്ടാണ് ഷോട്ടിലേക്ക് പോകുന്നത്, അഭിനയിക്കാൻ പോകുന്നത്. അദ്ദേഹം മരിച്ചുപോയി. അങ്ങനെ എത്രയോ നടന്മാർ പിന്നെ അകാലത്തിൽ നമ്മളെ വിട്ടുപോയി. അപ്പോൾ വിനായകനിലേക്ക് വരികയാണെങ്കിൽ, വിനായകൻ ഇതിനു മുമ്പും ഇപ്പോൾ ഹൈദരാബാദിലെ രാജീവ് ഗാന്ധി ഗോവയിലേക്കുള്ള യാത്ര മധ്യേ ഹൈദരാബാദിൽ എയർപോർട്ടിൽ ഡൊമസ്റ്റിക് ടെർമിനലിൽ കള്ളുപിടിച്ച് പ്രശ്നമുണ്ടായി. അതെ, അപ്പോൾ CSF പിടിച്ചപ്പോൾ മർദ്ദിച്ചു എന്നാണ് അദ്ദേഹം അവകാശപ്പെട്ടത്. പിന്നെ ഒരു വിമാനത്താവളത്തിൽ അതിന്റെ ഗൗരവത്തോടെ യാത്ര തീർച്ചയായിട്ടും അവിടെ എല്ലാ യാത്രക്കാരും ഒരുപോലെയാണ്. അവിടെ സിനിമാ നടനാണ് മറ്റാണെന്നും പറഞ്ഞിട്ട് അങ്ങനെയൊന്നുമില്ല. അപ്പോൾ അദ്ദേഹം അവിടെ തറയിലിരുന്ന് പ്രതിഷേധിക്കുന്ന വീഡിയോ ഒക്കെ നമ്മൾ കണ്ടാണ്. പിന്നീട് ഈ ജയിലറൊക്കെ സിനിമയൊക്കെ ഇറങ്ങി അദ്ദേഹം അതിപ്രശസ്തനായി നിൽക്കുന്ന സമയത്താണ് അദ്ദേഹം ഗോവയിൽ, സാധാരണ നമ്മുടെ നാട്ടിൻ പുറത്തൊക്കെ ആളുകളുണ്ട്, വൈകുന്നേരം ഇത്തിരി അടിച്ചിട്ട് ഏതെങ്കിലും പെട്ടിക്കടയുടെ മുമ്പിലോ അല്ലെങ്കിൽ 10 ആൾ കൂടുന്നിടത്തൊക്കെ വന്നിട്ട് മുണ്ടൊക്കെ മടക്കി കൊടുത്ത് അവരെയൊക്കെ ചുമ്മാ അങ്ങ് തെറി പറയും. ഒരു സുഖമാണ്. അപ്പം സ്ഥിരമാകുന്നതുകൊണ്ട് ആളുകൾ ഇയാൾ തെറി പറഞ്ഞ് കുറച്ച് കഴിയുമ്പം അങ്ങ് വീട്ടിൽ പൊക്കോളും. ചിലരാണെങ്കിൽ 2 അടിയും കൂടെ കൊടുത്തു. അപ്പോൾ അടി കിട്ടിക്കഴിയുമ്പോൾ പുള്ളിക്ക് സന്തോഷമാകും, പുള്ളി ആ അടി വാങ്ങിച്ചങ്ങ് വീട്ടിൽ പോകും. ഈ വിനായകനാണെങ്കിൽ ഗോവയിൽ ചെന്നിട്ട് ആ പൊതുസ്ഥലത്ത് ചെന്നൊരു കടയുടെ മുമ്പിൽ ഭയങ്കര തെരുവിളി. ആ വീഡിയോയും നമ്മൾ കണ്ടതാണ്. അതിന് തൊട്ട് മുമ്പ്, കുറേ മാസങ്ങൾക്ക് മുമ്പ് അദ്ദേഹത്തിൻ്റെ ഭാര്യ ഒരു പരാതി കൊടുത്തിരുന്നു. അപ്പോൾ ഈ ഭാര്യ പരാതി കൊടുത്തതിൻ്റെ അടിസ്ഥാനത്തിൽ പോലീസ് വന്നു, ഇദ്ദേഹത്തെ സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയി. പോലീസിൻ്റെ നടപടിക്രമം അങ്ങനെയാണല്ലോ. പക്ഷേ സ്റ്റേഷനിൽ ഇദ്ദേഹം ചെന്ന് ബഹളമുണ്ടാക്കുന്ന വീഡിയോയും നമ്മൾ കണ്ടതാണ്. അപ്പോൾ നിരന്തരം വിനായകൻ്റെ വ്യക്തി ജീവിതത്തിൽ ഇത്തരം പ്രശ്നങ്ങൾ, വിനായകൻ ലഹരി ഉപയോഗിച്ചില്ലെങ്കിൽ, വിനായകൻ്റെ ഇൻ്റർവ്യൂ കണ്ടിട്ടില്ലേ, എത്ര കാര്യഗൗരവമായിട്ടാണ് ചോദിക്കുന്നതിനൊക്കെ കൃത്യമായ മറുപടിയാണ് വിനായകൻ നൽകുന്നത്. ആ ഇൻ്റർവ്യൂ ഒക്കെ നമ്മളെ വല്ലാതെ കൊതിപ്പിക്കുന്ന ഇൻ്റർവ്യൂ ആണ്. പക്ഷേ ലഹരി ഉപയോഗിച്ച് കഴിഞ്ഞാൽ വിനായകൻ വേറൊരാളായി പോകും. പൊതുസമൂഹത്തെ സംബന്ധിച്ച് ഒരു സെലിബ്രിറ്റി സ്റ്റാറ്റസിൽ നിൽക്കുന്ന ഒരാൾ അങ്ങനെ കാണിക്കുമ്പോൾ ആദ്യമൊക്കെ അദ്ദേഹത്തിന് ചില പ്രിവിലേജൊക്കെ ആളുകൾ കൊടുത്തിട്ടുണ്ട്. പ്രത്യേകിച്ച് വിനായകൻ ആക്രമിക്കപ്പെടുമ്പോൾ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയാൽ വിനായകന്റെ ജാതിയൊക്കെ പറഞ്ഞിട്ട് അദ്ദേഹത്തെ പറഞ്ഞ് ഒരു ഇരവാദം അവിടെ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ പോകെ വിനായകന് ആ പ്രിവിലേജ് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അതിന് കാരണക്കാരൻ വിനായകൻ തന്നെയാണ്. വിനായകൻ ചെയ്തത്, ഇന്നലെ ഫ്ലാറ്റിൽ നിന്നിട്ട് എതിർവശത്തേക്ക് നോക്കി തുടരെ തെറി വിളിക്കുകയാണ്. മദ്യപിച്ച് ലക്ക് കെട്ട് ലഹരി ഉപയോഗിച്ച്, ഏതൊക്കെ ലഹരി ഉപയോഗിക്കുന്നു നമുക്കറിയത്തില്ല, എന്തായാലും ലഹരി ഉപയോഗിച്ചിട്ട് തെറി വിളിക്കുകയാണ്. തെറി വിളിച്ചത് വീഡിയോയിൽ അവർ ഷൂട്ട് ചെയ്യുന്നു. ഇദ്ദേഹം തെറി വിളിക്കുന്നതിനിടയ്ക്ക് ഈ ഉടുതുണി ഉരിഞ്ഞു പോകുന്നു. ഉരിഞ്ഞു പോയിട്ട് ഇദ്ദേഹം അവിടെ നഗ്നതാ പ്രദർശനം നടത്തുന്നു, തറയിൽ വീണിട്ട് അവിടെ കിടന്നും തുണി ഉരിഞ്ഞ് കാണിക്കുകയാണ് അത് നമ്മൾ കാണുന്നത്. അപ്പോൾ ഇത് വിനായകൻ്റെ സോഷ്യൽ മീഡിയയിൽ വിനായകനെതിരെ വലിയ പ്രതിഷേധം ഉയർന്നപ്പോൾ വിനായകൻ തന്നെ ഇതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വിനായകൻ്റെ പേജിൽ, ഈ വിനായകൻ്റെ ഫേസ്ബുക്കിൽ ഇടുന്ന പോസ്റ്റുകൾ ശ്രദ്ധിച്ചിട്ടുണ്ട്. അതിൽ എന്താണ് പുള്ളി ഉദ്ദേശിക്കുന്നതെന്ന് മനസ്സിലാക്കാൻ മറ്റേ ഒരു പസിലോ അങ്ങനെ പദപ്രശ്നം പൂരിപ്പിക്കുന്നത് പോലെയാണ്. അയാൾ എന്താണ് ഉദ്ദേശിച്ചതെന്ന് അയാൾക്ക് മാത്രമേ അറിയാൻ പറ്റൂ. അപ്പോൾ ഈ വിനായകൻ അത് ഇട്ടിട്ട് ഇന്നിപ്പം കയറി നോക്കിയപ്പോൾ അത് ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്.
അപ്പോൾ ആരൊക്കെ വന്ന് താഴെ കമൻറ്റ് ചെയ്ത് ഇന്നലത്തെ കെട്ട് വിട്ടോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അത് സ്ഥിരമായിട്ടുള്ളതാണ്. ലാസ്റ്റ് അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് വാളിലേക്ക് പോയാൽ ഏറ്റവും അവസാനമായിട്ട് കാണുന്ന ISROയുടെ എന്തോ ഒരു പോസ്റ്റാണ്. എന്താണ് പുള്ളി ഉദ്ദേശിച്ചത്? ISRO ഈ സമീപകാലത്തൊന്നും ഒരു വാർത്തയിൽ നമ്മളൊന്നും കേട്ടിട്ടില്ല. പുള്ളിക്ക് 5 ദിവസം മുമ്പ് ISROയുടെ പോസ്റ്റ് ഇടാൻ മാത്രം ഉണ്ടായ ചേതോവികാരം എന്താണെന്ന് നമുക്കറിയില്ല, അദ്ദേഹത്തിന് മാത്രമേ അറിയാം. അതുപോലെ തന്നെ ഉമ്മൻചാണ്ടി മരിച്ച സമയത്ത് അദ്ദേഹത്തിന്റെ പോസ്റ്റ് വലിയ വിവാദമായതാണ്. അത് പിന്നെ അദ്ദേഹം മാപ്പറകൾക്കെതിരെയാണെന്നൊക്കെ പറഞ്ഞിട്ട് തടിയൂരി സ്വബോധം വന്നപ്പോൾ ഉമ്മൻചാണ്ടിയെ പോലെ അത്രയും ജനകീയനായ ഒരു നേതാവിനെ അങ്ങനെ ആക്ഷേപിക്കേണ്ട കാര്യമൊന്നുമില്ല. ഉമ്മൻചാണ്ടിയുടെയൊക്കെ അടുത്ത് പോയിട്ട് അദ്ദേഹത്തിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ ഉപകാരം സഹായം കിട്ടിയിട്ടുള്ള ജനങ്ങളാണ് അദ്ദേഹത്തെ കാണാൻ വേണ്ടിയൊക്കെ പോയിട്ടുള്ളത്. അത് പോട്ടെ, അത് മറ്റൊരു വിഷയം. എന്തായാലും വിനായകൻ ഒരു നടനാണ്. അദ്ദേഹം കേരളത്തിലെന്നല്ല ഇന്ത്യയെമ്പാടും ആരാധകരുള്ള, അദ്ദേഹത്തെ ഇഷ്ടപ്പെടുന്ന ഒട്ടേറെ ആളുകളുണ്ട് എന്ന് വിനായകൻ മനസ്സിലാക്കും. അപ്പോൾ നമ്മൾ അത്തരം സെലിബ്രിറ്റി സ്റ്റാറ്റസ് ഒക്കെ ഉള്ള ആൾ വേണമെങ്കിൽ നമുക്ക് പറയാം അദ്ദേഹം ഒരു പച്ച മനുഷ്യനാണ്, അയാളുടെ ജീവിത സാഹചര്യം അതാണ്. അങ്ങനെ എത്രയോ ആൾ, ഇപ്പോൾ കലാഭവൻ മണിയുടെ ജീവിതം, അദ്ദേഹം തീരെ ദരിദ്രമായ ഒരു അവസ്ഥയിൽ നിന്ന് വന്ന് വലിയ നടനായി മാറുകയും സമ്പന്നനായി മാറുകയും ചെയ്ത ആളാണ്. അപ്പോൾ കലാഭവൻ മണിക്കെതിരെ ഒന്നോ രണ്ടോ അത്തരം ചെറിയ കാര്യങ്ങളൊന്നുള്ള വന്ന വഴി മറക്കുന്ന ഒരാളല്ല. അതുപോലെ പൊതുവേദിയിൽ ഇങ്ങനെ എപ്പോഴും എല്ലാവരോടും സൗഹാർദ്ദപരമായി ഇടപെടുന്ന, പക്ഷെ അത് തന്നെയാണ് പിന്നീട് അദ്ദേഹത്തിന് വിനയായത്. അദ്ദേഹത്തിന് എല്ലാവരും സൗഹൃദമായിരുന്നു. അപ്പോൾ എത്രയോ ആളുകൾ അങ്ങനെ കടന്നു വന്നിട്ടുണ്ട്. ഇദ്ദേഹം ഈ കടന്നു വന്ന അദ്ദേഹത്തിന്റെ ജീവിത സാഹചര്യമൊക്കെ നമുക്കറിയാം. അത് എന്തും ആയിക്കോട്ടെ, സിനിമ അത്യധികമായി വിനായകൻ എന്ന് പറയുന്നയാൾ ഒരു കലാകാരനാണ്. ആ കലയെ ഉപാസിക്കുന്ന കലാകാരനായ ഒരു വ്യക്തി, അദ്ദേഹം സിനിമയെക്കുറിച്ച് പറയുമ്പോൾ സിനിമ അദ്ദേഹത്തിന് ഒരു കലയല്ല, ഒരു ജോലിയാണ്. ആ ജോലിക്ക് അയാൾ പ്രതിഫലം വാങ്ങുന്നു. തൻ്റെ സിനിമ കലാജീവിതം അവസാനിക്കുന്നത് വരെ ഒരു സിനിമ പോലും കഥ കേട്ട് താൻ തിരഞ്ഞെടുക്കില്ല എന്ന് പറയുന്ന ഒരാളാണ് വിനായകൻ. അങ്ങനെയുള്ള ഒരാൾ, അയാൾ എങ്ങനെയോ തിരഞ്ഞെടുത്തോട്ടെ, പക്ഷേ കലാരംഗത്ത് ആ ഒരു കഴിവ് കൊണ്ടുണ്ടായ നേട്ടങ്ങൾ സ്വയം വലിച്ചെറിയുന്ന ഒരു വിനായകൻ അത്യന്തം സങ്കടകരമാണ് എന്നേ പറയാൻ പറ്റൂ. അല്ല, അതാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞത്. ഈ രംഗത്ത്, ഇത് സിനിമ പോലെ ഒരു മേഖലയിൽ നമുക്ക് പെട്ടെന്ന് ലഹരി നമുക്ക് എളുപ്പത്തിൽ ലഭിക്കും. നമ്മൾ വിചാരിച്ചില്ലെങ്കിൽ പോലും ആ കെണിയിലേക്ക് നമ്മൾ ചെന്ന് വീഴും. അപ്പോൾ വലിയ ഉയരങ്ങളിൽ നിൽക്കുന്ന ആളുകളെല്ലാം, അതിപ്പം എഴുത്തിലായാലും സിനിമയിലായാലും ഒരുപാട് പേരുണ്ട്. അപ്പം അവരൊക്കെ പെട്ടെന്ന് സൗഹൃദം സ്ഥാപിക്കാൻ പറ്റിയ ഒന്നാണ് ലഹരി. അത് മാത്രമല്ല, ഇന്നിപ്പോൾ ഞാൻ ഇന്നലെ നമ്മളൊരു സുഹൃത്തുമായി സംസാരിച്ചു. അദ്ദേഹം പറഞ്ഞ് ഈ കഞ്ചാവൊക്കെ ഒരു പ്രത്യേക രീതിയിൽ ഉരുട്ടി ഒക്കെ കഴിക്കുന്ന അതിൻ്റെ ലേഹ്യമുണ്ട്. ഈ കഞ്ചാവിൻ്റെ ലേഹ്യം, ഉരുട്ടിയല്ല, കഞ്ചാവിൻ്റെ ലേഹ്യം. ഈ ലേഹ്യം കഴിച്ചിട്ടൊക്കെ വന്ന് അഭിനയിക്കുന്ന ആളുകളൊക്കെ ഉണ്ട്. അപ്പോൾ ഭയങ്കര എനർജിയാണ്. സ്റ്റണ്ട് സീനിലൊക്കെ പറന്ന് ഇഴിയൊക്കെ ഒന്നും അറിയത്തില്ല. ഇവിടെ അല്ലല്ലോ ഈ ലഹരി വലിയ പ്രശ്നം. അപ്പം ലഹരിക്ക് അടിമപ്പെട്ടു പോകുന്നതിനുള്ള ഒരു പ്രശ്നമാണ്. മറ്റൊന്ന്, ആദ്യമേ ഞാൻ പറഞ്ഞതുപോലെ വിനായകനെ കുറിച്ചുള്ള ഒരു ബോധം ഉണ്ടാകണം. വിനായകൻ പഴയ താനാരാണ് എന്ന് തനിക്കറിയില്ലെങ്കിൽ എന്ന് പറയുന്നത് പോലെ സ്വബോധം ഉണ്ടാകണം. അത് മാത്രമല്ല, നമുക്കറിയാം വിനായകൻ്റെയൊക്കെ ആദ്യകാലത്തെ സിനിമകൾ നമുക്കറിയാമല്ലോ. ചെറിയ ചെറിയ വേഷങ്ങളിൽ നിന്ന് അന്നേ ആ വേഷങ്ങൾ ചെയ്യുമ്പോഴും അയാളൊരു നടനുണ്ട് എന്ന് നമുക്ക് അറിയാം. അയാൾ ചെറിയ വേഷങ്ങൾ ചെയ്യുമ്പോഴും പിന്നീട് കമ്മട്ടിപ്പാടത്തിലൂടെ ഒക്കെ അദ്ദേഹത്തിന് ബ്രേക്ക് കിട്ടുന്നു, സംസ്ഥാന അവാർഡ് കിട്ടുന്നു. ഏതോ ഒരു മാധ്യമങ്ങളോടൊക്കെ അദ്ദേഹം പറയുന്നുണ്ട്, വിനായകൻ ആരാണെന്നറിയാമോ, സംസ്ഥാന അവാർഡ് കിട്ടിയ നടനാണ്. ആയിക്കോട്ടെ, സംസ്ഥാന അവാർഡ് കിട്ടിയ നടനായതുകൊണ്ട് ഈ കഥ കേൾക്കാതെ സിനിമ തിരഞ്ഞെടുക്കുന്ന, സിനിമ എന്നത് ഒരു ധനസമ്പാദന മാർഗമായി മാത്രം കാണുന്ന ആൾക്ക് അവാർഡ് എന്തിനാണ്? അല്ല, അത് അദ്ദേഹത്തിൻ്റെ വ്യക്തിപരം, നമുക്ക് അതിന് കുറ്റം പറയാൻ പറ്റില്ല. ഇപ്പം ജഗദീഷ് ശ്രീകുമാർ പണ്ട് പറഞ്ഞിട്ടുണ്ട്, ഞാനൊരു സൈക്കിളാണ്. അപ്പോൾ ഈ സൈക്കിള് പണ്ടറിയാമല്ലോ, സൈക്കിൾ വാടകയ്ക്ക് കൊടുക്കുന്ന കടകളുണ്ടായിരുന്നു. ഇപ്പോൾ ഇല്ല, കാരണം ഇപ്പോൾ സൈക്കിൾ ചവിട്ടുന്ന ആളുകളുടെ എണ്ണം വളരെ കുറവാണ്. ഇപ്പം വ്യായാമത്തിന് വേണ്ടി മാത്രം സൈക്കിൾ ചവിട്ടുന്നത്. പണ്ട് പ്രധാനപ്പെട്ട സ്കൂട്ടറൊക്കെ പ്രചാരത്തിൽ വരുന്നതിന് മുമ്പ് സൈക്കിൾ അപ്പോൾ സൈക്കിൾ വാടകയ്ക്ക് കൊടുക്കുന്ന കടകൾ. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാനൊരു സൈക്കിളാണ്, എന്നെ ആർക്ക് വേണമെങ്കിലും വാടകയ്ക്ക് എടുത്തുകൊണ്ട് പോകാം. വാടകയ്ക്ക് എടുത്തുകൊണ്ട് പോയ ആൾ ഏത് തരത്തിലുള്ള അഭ്യാസം വേണമെങ്കിലും ആ സൈക്കിളിൻ്റെ പുറത്ത് കാണിക്കാം. ചിലർ കൊണ്ടുപോയിട്ട് ഒറ്റക്കൈ ചവിട്ടും, അല്ലെങ്കിൽ പിന്നെ ഫ്രണ്ട് വീലൊക്കെ ഇങ്ങനെ അങ്ങനെയൊക്കെ എന്ത് വേണമെങ്കിലും ചെയ്യാം. അപ്പം ഞാനൊരു സൈക്കിളാണ്, അത് വാടകയ്ക്ക് നിങ്ങൾക്ക് ഇഷ്ടമുള്ള സമയം നിങ്ങൾക്ക് തന്നെ ഉപയോഗിക്കാം എന്ന് പറഞ്ഞതുപോലെ വിനായകനെ സംബന്ധിച്ച് അയാൾക്കൊരു പക്ഷേ അത് അയാളുടെ ജോലിയാണ്. ആ ജോലി അപ്പോൾ ഒരു കലാകാരൻ എന്നുള്ള ചിന്തയൊന്നും അദ്ദേഹത്തിന് ഉണ്ടാകുന്നില്ലായിരിക്കും. അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, ഞാൻ മറ്റൊന്നും ശ്രദ്ധിക്കാറില്ല, അവിടെ ചെല്ലുന്നു, ഞാൻ എൻ്റെ ജോലി ചെയ്യുന്നു, സിനിമകൾ കാണാറില്ല, സിനിമകൾ കാണാറില്ല, ഞാൻ ചെയ്ത ജോലിക്ക് കൃത്യമായി പ്രതിഫലം വാങ്ങിക്കും. അത് പ്രൊഫഷണലിസമാണ്, അത് വാങ്ങിക്കണം. പലരും പണ്ട് കാലത്ത് ഈ എന്താ പറയുക,
വണ്ടിച്ചെക്ക് എന്നൊക്കെ നമ്മൾ പറയത്തില്ലേ, അപ്പോൾ അത് കൊടുത്തിട്ട് വലിയ നടന്മാരെ പോലും പറ്റിക്കപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം കൃത്യമായി പ്രതിഫലം വാങ്ങിക്കുന്നു, തിരികെ പോകുന്നു. അദ്ദേഹത്തിൻ്റെ സ്റ്റാൻഡാണ്, അദ്ദേഹത്തിൻ്റെ ജോലിയിൽ അദ്ദേഹം എങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ രീതി. ഇപ്പോൾ തിലകൻ പോലും അടൂർ ഗോപാലകൃഷ്ണൻ്റെ കയ്യിൽ നിന്ന് പറഞ്ഞ പ്രതിഫലം കുറഞ്ഞു പോയി എന്ന് പറഞ്ഞിട്ട് കവർ തിരിച്ചു കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. അദ്ദേഹം ഈ അടൂർ ഗോപാലകൃഷ്ണൻ അദ്ദേഹം തീരുമാനിക്കും എത്ര രൂപ കൊടുക്കണമെന്ന്. അപ്പോൾ തിലകന് കൊണ്ട് കൊടുത്തപ്പോൾ തിലകൻ നോക്കിയപ്പോൾ തിലകൻ ഉദ്ദേശിച്ച തുകയല്ല ഉള്ളത്. തിലകൻ അടൂർ ഗോപാലകൃഷ്ണനെ തിരിച്ചു വിളിച്ചു ഇത്രയും പോരാ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അങ്ങനെ അത് അവരുടെ സ്വാതന്ത്ര്യമാണ്. കാരണം അവർ ചെയ്യുന്ന ജോലിക്ക് കൃത്യമായ പ്രതിഫലം വേണം എന്നവർ ആഗ്രഹിക്കുന്നു. പക്ഷേ വിനായകനെ ഇഷ്ടപ്പെടുന്ന ഒട്ടേറെ ആളുകളുണ്ട്. എല്ലാ കാലത്തും വിനായകൻ ഒരു ഇരവാദം ഉയർത്തി വിനായകൻ അങ്ങനെ എന്തെങ്കിലുമൊക്കെ തോന്നിയാസം ചെയ്യാം എന്ന് വിചാരിച്ചാൽ അത് നടപ്പില്ല. വിനായകൻ ചെയ്യുന്ന കാര്യത്തെക്കുറിച്ച് വിനായകന് ബോധം വേണം. വിനായകനെ പോലെ ഒരു സിനിമാ നടൻ അത് സമൂഹത്തെ വല്ലാത്ത തെറ്റിദ്ധാരണ ഉണ്ടാക്കും. കാരണം വിനായകൻ നമുക്കറിയാം, വിനായകൻ ഒരു വന്ന പശ്ചാത്തലവും അയാൾ എങ്ങനെയാണ് കയറി വന്നതെന്നൊക്കെ അറിയാം. ഇതെല്ലാം അറിയാവുന്നതുകൊണ്ടാണ്. പിന്നെ അദ്ദേഹത്തിൻ്റെ നിറത്തെക്കുറിച്ചുമൊക്കെ പറയുന്നുണ്ട്. ഇതൊക്കെ അറിയാം. ആ സ്നേഹം നമുക്ക് വിനായകനോടുണ്ട്. വിനായകൻ നല്ല നടനാണ്, അക്കാര്യത്തിലൊന്നും യാതൊരു സംശയമില്ല. 100% മികച്ച നടനാണ് വിനായകൻ, 100% പ്രൊഫഷണൽ. തീർച്ചയായിട്ടും അതെ. അപ്പം പക്ഷേ വിനായകനെ സംബന്ധിച്ച് വിനായകൻ ഇത്തരത്തിൽ പെരുമാറുമ്പോൾ സമൂഹം എല്ലാ കാലത്തും വിനായകനെ സപ്പോർട്ട് ചെയ്യും എന്ന് വിനായകൻ ധരിക്കുന്നുണ്ടെങ്കിൽ അത് തെറ്റായ ധാരണയാണ്. വിനായകൻ ഈ പോകെ ഞാൻ എന്തും ചെയ്യും. അപ്പോൾ മദ്യപിക്കുകയാണെങ്കിൽ ഇനി വിനായകൻ ചെയ്യേണ്ടത് മുറിയിലിരിക്കുക, പുറത്തിറങ്ങാതിരിക്കുക. അല്ലെങ്കിൽ ഇദ്ദേഹം ഏതെങ്കിലും ചികിത്സ തേടണം. ഡി അഡിക്ഷൻ സെൻറ്ററിൽ പോയി ചികിത്സ തേടുക. ചില ആളുകൾ ഇപ്പം മദ്യപിച്ച പലതരത്തിലുള്ള ലഹരി ഉപയോഗിച്ച് കഴിഞ്ഞാൽ പലതരത്തിലുള്ള ഈ അവകാശബോധം പറയുന്നയാൾ മറ്റുള്ളവരുടെ അവകാശങ്ങളെ ഹനിച്ചുകൊണ്ട് അതെ സ്വന്തം ഇഷ്ടങ്ങൾക്ക് വേണ്ടി മാത്രം പിറകെ പോകുന്നതുകൊണ്ടുള്ള പ്രശ്നങ്ങളാണ് ഉണ്ട്. അത് മാത്രമല്ല, ഈ ചില ആളുകൾ ലഹരി ഉപയോഗിച്ച് പലതരത്തിലുള്ള സ്വഭാവ രീതികൾ പുറത്തു വരും. ചിലർ സൈലൻ്റ് ആയിരിക്കും, ഉറങ്ങിപ്പോവും. ചിലർ പാട്ടൊക്കെ പാടി ഇങ്ങനെ ഇരിക്കും. ചില മനുഷ്യർ വല്ലാതെ വയലൻ്റ് ആയിരിക്കും. ആ ഗണത്തിൽപ്പെടുന്ന ആളാണ് ഇദ്ദേഹം. ഞാൻ വെള്ളം അടിച്ചു എന്ന് 10 പേരെ അറിയിക്കണമെങ്കിൽ ഇങ്ങനെയുള്ള അഭ്യാസങ്ങളെ കാണിക്കണം, പ്രകടനമൊക്കെ നടത്തണം. അപ്പോൾ എന്നാൽ ഉള്ളിൽ ഞാൻ വിനായകനാണ് എന്നുള്ള ബോധവും ഉണ്ട്. അപ്പോൾ ആ ബോധം ഉള്ളത് അങ്ങനെയുണ്ടല്ലോ, ഞാൻ വിനായകനാണ്, ഞാൻ ആരാണെന്നറിയാമോ, അപ്പോൾ ഞാനിതൊക്കെ ചെയ്യും. പക്ഷെ അങ്ങനെ ചെയ്യാനുള്ള ഒരു ഇടമല്ല നമ്മുടെ നാടെന്നുള്ളത് വിനായകൻ മനസ്സിലാക്കണം. ഇരവാദമൊക്കെ ഉയർത്തി രക്ഷപ്പെടാം എന്ന് വിനായകൻ വിചാരിക്കുകയാണെങ്കിൽ വീട്ടിലിരുന്ന് കള്ളു കുടിച്ച് വീട്ടിൽ തന്നെ ഉറങ്ങുക എന്ന് വിചാരിച്ച് നമുക്ക് വിനായകനെ ഇഷ്ടമാണ്, വിനായകനോട് സ്നേഹമാണ്, അതെല്ലാം ഉണ്ട്. പക്ഷേ ഇത്തരം കാര്യങ്ങൾ ആവർത്തിച്ചാൽ അത് വിനായകനെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകളുടെ പിന്തുണ കൂടെ ഇല്ലാതാക്കുന്ന തരത്തിലായി പോകും. അവർക്ക് അദ്ദേഹത്തോടുള്ള സ്നേഹത്തിൽ തന്നെ ഇടിവുണ്ടാകും. അതാണ് നമുക്ക് പറയാനുള്ളത്.